കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളാകെ ഭയന്നല്ലേ? ഓർക്കാപ്പുറത്തായിരുന്നില്ല ഉമാദത്തിന്റെ വരവ്. ഏതായാലും മോള് കാണിച്ചത് ബുദ്ധിയായിപ്പോയി. ഞാൻ വിചാരിച്ചു പെട്ടുവെന്ന്. പിന്നെ ഈ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങിപ്പോവാനുള്ള ആ തന്റെ ഇടം, സമ്മതിച്ചു മോളെ. തിരുവനന്തപുരം പോലെയൊന്നും അല്ല മോളെ ഈ ഹൈ റേഞ്ചിൽ ഓരോ വളവിലും തിരുവിലും അപകടമാ. കാടും കൊക്കയും മാത്രമല്ല, ചുറ്റും വന്യമൃഗങ്ങളാ. ഭാഗ്യം കൊണ്ടാ മോള് രക്ഷപ്പെട്ടത്. അല്ല, ഈ കൃഷ്ണപ്രഭയെ വഴി വെച്ച് ഓർക്കപ്പുറത്ത് കണ്ടതാണോ? ഏതായാലും മോൾക്ക് ഭാഗ്യമുണ്ട്. കൃത്യസമയത്ത് ഞങ്ങൾ അവിടെ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അവള് വെറും മനോരോഗിയല്ല, കൊല്ലാൻ പോലും മടിക്കാത്തവളാ. ഞാനും നമ്മുടെ പണ്ടൊരിക്കൽ അവളുടെ കയ്യിൽ നിന്ന് തലനാര ഇഴയ്ക്കാ രക്ഷപ്പെട്ടത്. വട്ടളിക്കാ പിന്നെ കത്തിയോ കമ്പിയോ എന്താന്ന് വെച്ച കൈ കിട്ടിയ അതെടുത്ത് അങ്ങ് താങ്ങിക്കളയും. അന്ന് ഇതുപോലെ ഞങ്ങൾ ആക്രമിക്കാൻ വന്നപ്പോ ഞങ്ങൾ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 5-6 മാസം അകത്തിട്ടു. ഷോക്ക് അടിച്ചാൽ നല്ല മാറ്റമുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാ പിന്നെ പറഞ്ഞും ചെയ്തൊന്നും ഓർമ്മയുണ്ടാവില്ല. ഒരു പ്രത്യേകതരം ഭ്രാന്താണെന്നാ ഡോക്ടർമാര് പറയുന്നത്. ഈ വടക്കനാഥ് സിനിമയിൽ മോഹൻലാൽ വന്നില്ലേ, ആ ടൈപ്പിൽ ഏതാണ്ട്. ഏതായാലും ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ സെന്റിമെന്റ്സിന് പുറത്ത് ഇവിടെ ഒരു ജോലി കൊടുത്ത് നിർത്തിയതാ. ഇപ്പൊ വട്ടുമൂക്കുമ്പോ അവള് പറയുന്നത് ഞാനും നമ്മുടെ അവളെ ചതിച്ചു എന്നാ. പിന്നെ ചില നേരത്തെ അവള് പറയും നമ്മുടെ അവളെ കല്യാണം കഴിക്കണം. അത് മാത്രമല്ല, ചില നേരത്തെ എന്റെ പേരും പറയും. അവൾക്ക് അങ്ങനെയൊന്നുമില്ല, ആരെയെങ്കിലും കിട്ടിയാൽ മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, വട്ടില്ലാത്ത നേരത്ത് ഇത്രയും നല്ലൊരു പെണ്ണ് വേറെ കാണില്ല. പക്ഷെ എപ്പോ വട്ട് വരും എപ്പോ വട്ട് പോകുന്നു ദൈവം തമ്പുരാന് പോലും അറിയില്ല. അങ്ങനെ ഒരു തരം വട്ടായത്. ഏതായാലും ഭാഗ്യം മോളുടെ കൂടെയാ. ഉമാദത്തം വന്നപ്പോഴും രക്ഷപ്പെട്ടു. ഇപ്പൊ ഭ്രാന്തിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ മോൾ ഐശ്വര്യമുള്ളവളാ എന്ന് വെച്ച് ഇനിയൊരു പരീക്ഷണത്തിന് നമ്മൾ നിൽക്കരുത്. എത്രയും പെട്ടെന്ന് മോളെ ഇവിടെ നിന്ന് കുറച്ചും കൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നതിനെ കുറിച്ചാ ഞാനിപ്പോ ആലോചിക്കുന്നത്. ആദിത്യ, ഞാനൊരു കാര്യം ചോദിച്ചാ ആദിത്യൻ സത്യം പറയണം. എന്താ? തന്റെ കഥ കേട്ടപ്പോ മുതൽ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷെ എന്തോ കഴിഞ്ഞില്ല. ഇനിയെങ്കിലും ഞാനത് ചോദിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് എന്റെ കൂടി ഉറക്കമായിരിക്കും. മുഖപുര ആവശ്യത്തിലേറെയായി. ചോദ്യത്തിന് അത്ര തന്നെ കനമുണ്ടെന്ന് കരുതിക്കും. എന്താടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. താൻ ആരെയോ കൊന്നൂന്ന് തെറ്റിദ്ധരിപ്പിച്ചല്ലേ ലൂയിസും നമ്മുടെയും ചേർന്ന് പൂജയെ തനിക്കെതിരെയാക്കിയത്? അതെ. വല്ലവനെയും കൊന്നാന് പൂജയ്ക്ക് എന്താ പ്രശ്നം? കൊന്നത് വല്ലവനെ അല്ല, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനെയാ. താൻ എന്തൊക്കെ പൊട്ടത്തരങ്ങളാടോ ഈ പറയുന്നത്? പൊട്ടത്തരങ്ങൾ തന്നെയാ. ഞാനൊരു പൊട്ടനാണെന്ന് താൻ വിളിച്ചു പറയുമെന്ന് ഭയന്നാ കഥ പറഞ്ഞപ്പോ ഞാൻ മനഃപൂർവ്വം ആദ്യമായി ഒഴിവാക്കിയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്രേമത്തെ പോലും താൻ പരിഹസിച്ചപ്പോൾ ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് എന്നെ തിരിച്ച് പ്രേമിച്ചിട്ടില്ലെന്നും അവളുടെ വയറ്റിൽ കിടക്കുന്നത് മറ്റൊരാളുടെ കുഞ്ഞാണെന്ന് കൂടി താൻ അറിഞ്ഞാൽ എനിക്ക് പിന്നെ തൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? പ്രേമം എന്താണെന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ ഞാനിവിടെ പാടുപെടുക. അതിൻ്റെ ഇടയിൽ ആരും വിശ്വസിക്കാത്ത ഇങ്ങനെ ഒരു കഥ തന്നോട് ഞാൻ എങ്ങനെയാ പറയുന്നേ? പറയാതെ എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ. അറിയുമ്പോൾ താൻ പറയും വെരി ഇൻട്രസ്റ്റിംഗ്, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയെ താൻ നേരി കണ്ടു. ബിക്കോസ് തനിക്കൊരിക്കലും എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. തനിക്കെന്നല്ല, സ്വബോധമുള്ള ആർക്കും അത് കൺസീവ് ചെയ്യാനാവില്ല. പറയാൻ ബാക്കി വെച്ച എൻ്റെ കഥ കേൾക്കുമ്പോൾ തൻ്റെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു വരും. അതൊന്നും താൻ എന്നോട് ചോദിക്കില്ലെന്ന് ഉറപ്പ് തരാമെങ്കിൽ ഞാൻ ആ കഥ പറയാം. മറ്റൊന്നും കൊണ്ടല്ല, താൻ ചോദിച്ചാൽ പറയാൻ
പറയാൻ എൻ്റെ കയ്യിൽ ഉത്തരങ്ങളില്ല. ചില കഥകൾ അങ്ങനെയാണ് ഇസ്ര. ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ, ഉത്തരങ്ങൾ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായും അവസാനമായും പ്രേമിച്ച പെണ്ണ് പൂജയാ. ഞാൻ അവളെ പ്രേമിച്ചു എന്നല്ലാതെ അവൾ ആരെ പ്രേമിച്ചു എന്ന് ഞാൻ ഒരിക്കലും അവളോട് ചോദിച്ചിട്ടില്ല. അതായിരുന്നു ഞാൻ ചെയ്ത ആദ്യത്തെ തെറ്റ്. ആ തെറ്റിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാനു എന്നായിരുന്നു അവൻ്റെ പേര്. കടപ്പുറത്തുനിന്ന് വരുന്ന കലാഹൃദയമുള്ളൊരു ചെറുപ്പക്കാരൻ, ഞങ്ങളുടെ കോളേജ് യൂണിയൻ ചെയർമാൻ. പൂജയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അവളുടെ അനുവാദം ചോദിക്കാതെയാണല്ലോ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടത്. ഷാനുവിനെയും കുറ്റം പറയാൻ പറ്റില്ല. എൻ്റെ പ്രേമം അറിയാതെയാണല്ലോ അവൻ അവളെ പ്രേമിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം. തനിക്ക് വേണമെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളാത്തവണെന്ന് വിളിക്കാം, പെൺകോന്നിരുന്ന് പരിഹസിക്കാം. കേൾക്കാനും സഹിക്കാനും ഒരു വിരോധമില്ല. എല്ലാം അവൾക്ക് വേണ്ടിയല്ലേ. അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഈ സ്നേഹം ഈ ജന്മം അവളെ തിരിച്ചറിഞ്ഞില്ലെങ്കിലോ? സ്നേഹം എന്ന വികാരം ഒരിക്കലും തിരിച്ചറിയില്ല എന്ന് ശപഥം ചെയ്ത് ജീവിച്ച താനിപ്പോ ഇത്രത്തോളെങ്കിലും തിരിച്ചറിഞ്ഞില്ലേ? അപ്പൊ പൂജയുടെ കാര്യത്തിൽ എനിക്കതിലേറെ പ്രതീക്ഷയുണ്ട്. ഇനി അതല്ല, അവൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എനിക്കവളെ സ്നേഹിക്കാമല്ലോ. അതിന് തടസ്സങ്ങളൊന്നുമില്ലല്ലോ. ആ ഹലോ. എന്തായി സാറേ, അവരെ കിട്ടിയോ? ഇല്ലടോ, തനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ റോങ് ആയിരുന്നു. ഏയ്, ഒരിക്കലും അങ്ങനെ വരാൻ വഴിയില്ല സാറേ. എനിക്ക് അത്രയും വിശ്വാസമുള്ള ആളാ എന്നെ വിളിച്ചു പറഞ്ഞത്. സാറാ ബംഗ്ലാവിൽ പോയായിരുന്നോ? പോയി. അവിടെ എല്ലാം ഞാൻ അരിച്ചു നോക്കി, അവരവിടെ ഇല്ല.